ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 മണി ആൻഡ് എക്കോണമിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ വാല്യൂ ഓഫ് മണി റിലേറ്റ് ടു ഇറ്റ്സ് പർച്ചേസിംഗ് പവർ? എങ്ങനെയാണ് വാല്യൂ ഓഫ് മണി പർച്ചേസിംഗ് പവറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് മണി യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഗുഡ്സും സർവീസും വാങ്ങിക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ ഈ പർച്ചേസിംഗ് പവറിലൂടെ നമുക്ക് വാല്യൂ ഓഫ് മണി ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് ലെവലും അതുപോലെ തന്നെ പർച്ചേസിംഗ് പവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഈ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ ജനറൽ പ്രൈസ് കൂടുന്തോറും ഈ പർച്ചേസിംഗ് പവർ ഓഫ് മണി കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം പ്രൈസ് ലെവല് കുറയുന്തോറും പർച്ചേസിംഗ് പവർ ഓഫ് മണി പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ദ വാല്യൂ ഓഫ് മണി ഈസ് ഡയറക്ട്ലി എക്സ്പ്രസ്ഡ് ത്രൂ ഇറ്റ്സ് പർച്ചേസിംഗ് പവർ, which is the amount of goods and services that can be bought with a unit of money. There is an inverse relationship between the price level and the purchasing power of money. When the general price of goods and services increases, as in a period of inflation, the purchasing power of money decreases. Conversely, when prices fall, the purchasing power of money increases. Question: what were the historical reasons for the government of India printing 1 rupee notes and coins? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 1 rupee കോയിൻസും 1 rupee നോട്ട്സും കോയിൻസും പ്രിന്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ് ഉള്ളത്? ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 1 rupee നോട്ട്സും അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിൽ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് തന്നെയുണ്ട്. അതായത് പേപ്പർ കറൻസി ആക്ട് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ട്രേഡ് ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പേപ്പർ കറൻസി പ്രിന്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു. പിന്നീട് കോയിനാഷ് ആക്ട് ഓഫ് 1906 അതുപോലെ തന്നെ കോയിനാഷ് ആക്ട് ഓഫ് 2011 പ്രകാരം ഈ ഒരു പവർ വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് നൽകിയത്. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് ഈ കൊളോണിയൽ എറയിൽ നിന്നും ഈ ഒരു സ്പെസിഫിക് പവർ റീറ്റെയിൻ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1 rupee നോട്ടും അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The practice of the government of India printing 1 rupee notes and coins has historical roots. The Paper Currency Act of 1835 allowed the East India Company to print paper currency to facilitate trade in British India. Later, the Coinage Act of 1906 and the Coinage Act of 2011 gave the central government the power to mint coins. The government of India has retained this specific power from the colonial era, which is why it continues to issue these denominations. Question: explain the measures of money supply M1, M2, M3 and M4. M1, M2, M3, M4 എന്ന് പറയുന്ന മണി സപ്ലൈ മെഷേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ RBI വന്നിട്ട് എക്കണോമിയിലുള്ള ടോട്ടൽ മണീനെ 4 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യം പറയുന്നത് M1 ആണ്. അപ്പൊ M1-നകത്ത് കോയിൻസും അതുപോലെ തന്നെ കറൻസി ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും വരുന്നുണ്ട്. പിന്നെ വരുന്നത് M2 ആണ്. M2 പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ M1-ഉം അതോടൊപ്പം പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്സിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റുകളാണ്. പിന്നെ വരുന്നത് M3 ആണ്. M3 എന്ന് പറയുന്നത് M1-ഉം അതോടൊപ്പം കമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ലാസ്റ്റ് വരുന്നതാണ് M4. അപ്പൊ M4 പറയുന്നത് M3-യും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസസിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. M1-നെയും M2-നെയും നമ്മൾ നാരോ മണി എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം M3-നെയും M4-നെയും ബ്രോഡ് മണി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The RBI classifies the total money in the economy into 4 categories. M1 includes coins and currency with the public plus demand deposits in commercial banks. M2 is M1 plus savings deposit with post office savings banks. M3 is M1 plus the net time deposits of commercial banks. M4 is M3 plus total deposits in post office excluding national savings certificate. M1 and M2 are known as narrow money while M3 and M4 are known as broad money. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question:
വാട്ട് ഈസ് കേരള ബാങ്ക് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ്സ്? കേരള ബാങ്ക് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ കേരള ബാങ്ക് വന്നിട്ട് 2019 കേരളത്തിലുള്ള 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് മെർജ് ചെയ്തിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ബെറ്ററും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അതുമാത്രമല്ല, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യുകയും അതുപോലെ തന്നെ കേരളത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ആക്സിലറേറ്റ് ചെയ്യുകയും പിന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഏരിയാസിലുള്ള ജനങ്ങൾക്കും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിന്റെ മെയിൻ മറ്റു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Kerala Bank was formed in 2019 by merging 13 district cooperative banks in Kerala into the Kerala State Cooperative Bank. It is a major cooperative bank in the state with a large network of branches. Its main objectives are to provide better and modern banking services to the people of Kerala. It also aims to ensure financial inclusion, accelerate the economic development of the state, and provide support to marginalized communities and rural development. Question: what is core banking? Core banking പറഞ്ഞാൽ എന്താണ്? കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചസിനും സിംഗിൾ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഒരു കസ്റ്റമർ ഏത് ബാങ്കിലാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ബാങ്കിൽ മാത്രമല്ലാതെ ആ ബാങ്കിന്റെ മറ്റു ബ്രാഞ്ചസിൽ പോയിട്ടും അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നിട്ട് ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് കോഴിക്കോട് ബ്രാഞ്ച്, ഈ സെയിം ബാങ്കിന്റെ കോഴിക്കോട് ബ്രാഞ്ചിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ മണി വിഡ്രോ ചെയ്യാനും കഴിയുന്നതായിരിക്കും. ഇത് വന്നിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് ബാങ്കിങ് വന്നിട്ട് വളരെയധികം കൺവീനിയന്റ് ആക്കുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Core banking is a system that connects all branches of a bank into a single network. This system enables a customer to conduct their financial transactions from any branch of that bank, not just the one where they open their account. For example, a customer who has an account in a Trivandrum branch can deposit or withdraw money from a Kozhikode branch of the same bank. This makes banking very convenient for customers who travel. Question: explain RTGS and NEFT payment systems. RTGS ഉം NEFT payment systemത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. RTGS അല്ലെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റും നെഫ്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റംസ് ആണ്. ഇപ്പൊ RTGS വന്നിട്ട് ലാർജ് എമൗണ്ട് ഓഫ് മണി ട്രാൻസ്ഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് ബാങ്കുകളുടെ ഇടയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ നെഫ്റ്റ് എന്ന് പറയുന്നത് സ്മോളർ ട്രാൻസാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ടൈമിൽ സ്പെസിഫിക് ടൈമിൽ ഈ ഫണ്ട്സ് ഒക്കെ ബാച്ചസ് ആയിട്ടായിരിക്കും നെഫ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഈ രണ്ട് സിസ്റ്റവും ബാങ്ക് ട്രാൻസാക്ഷൻസ് ഈസിയറും ഫാസ്റ്ററും അതുപോലെ സെക്യൂർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആൻഡ് നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ are two electronic payment systems introduced by the RBI. RTGS is used for transferring large amounts of money between bank accounts instantly with transactions settled in real time. NEFT is used for smaller transactions and the funds are transferred in batches at specific times during the day. Both systems have made bank transactions easier, faster and more secure for customers. Question: what is Unified Payment Interface or UPI? Unified Payments Interface അല്ലെങ്കിൽ UPI പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ UPI എന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഇത് വന്നിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രണ്ട് ബാങ്ക് അക്കൗണ്ട്സിന്റെ ഇടയിൽ മണി ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു.
അപ്പോൾ ഈ ഒരു യൂസറിന് വന്നിട്ട് ഒരു സിംഗിൾ UPI ആപ്പ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ട്രാൻസാക്ഷൻ ഈസിയും അതുപോലെ തന്നെ സെക്യൂർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു യുണീക്ക് ID അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പോപ്പുലർ ആയിട്ടുള്ള UPI ആപ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm എന്നിവയൊക്കെയാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Unified Payments Interface or UPI is an instant real-time payment system developed by the National Payments Corporation of India or NPCI. It allows users to transfer money between bank accounts using a mobile application. Users can link multiple bank accounts to a single UPI app and make transactions easily and securely using a unique ID or QR code. Popular UPI apps include Google Pay, PhonePe, and Paytm. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is a recurring deposit account? Recurring deposit account പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ RD അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക്സ് ഓഫർ ചെയ്യുന്ന ഒരു ടേം ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു വർഷത്തിനോ അല്ലെങ്കിൽ 10 വർഷത്തിനോ വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് കസ്റ്റമറിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ടോട്ടൽ എമൗണ്ട് ഈ ഒരു മെച്യൂരിറ്റി പീരീഡിന്റെ എൻഡിൽ കസ്റ്റമറിന് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. A recurring deposit or RD account is a type of term deposit offered by banks. It is suitable for people who want to save a fixed amount of money every month for a specific period such as 1 to 10 years. This instills a habit of regular saving. The interest rate on a RD is generally higher than that on a savings account. The total amount including interest is paid at the end of the maturity period. Question: What is the credit deposit ratio? Credit deposit ratio പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ CDR എന്ന് പറയുന്നത് RBI വന്നിട്ട് ബാങ്ക്സിന്റെ ലെൻഡിങ് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ്. അപ്പോൾ ഇതിനകത്ത് ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൽ എത്ര ലോൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ പ്രപ്പോർഷൻ ആണ് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹൈ CDR ആണ് വെച്ചാൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ ഒരു ലാർജ് പോർഷൻ ആണ് ലോൺസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് എക്കണോമിക് ആക്ടിവിറ്റിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതേസമയം ലോ CDR ആണെങ്കിൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ ഒരു സ്മോളർ പോർഷൻ മാത്രമാണ് ലെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The credit deposit ratio or CDR is a measure used by the RBI to monitor banks' lending activities. It shows the proportion of a bank's total deposits that has been given out as a loans. A high CDR indicates that a large portion of the bank's deposit is being used for lending, which can stimulate economic activity. A low CDR suggests that the bank is lending out a smaller portion of its deposits. Question: Why were banks nationalized in India in 1969 and 1980? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 1969ലും 1980ലും ബാങ്ക്സിനെ നാഷണലൈസ്ഡ് ചെയ്തത്? ഇപ്പോൾ ഗവൺമെന്റ് വന്നിട്ട് 1969 14 മേജർ ബാങ്ക്സും 1980 6 ബാങ്ക്സും നാഷണലൈസ്ഡ് ചെയ്തു. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ കൺട്രിയിലുള്ള അൺബാങ്ക്ഡ് ഏരിയാസിലും അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലും ബാങ്കിങ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പോലെയുള്ള പ്രയോറിറ്റി സെക്ടേഴ്സിന് ലോവർ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അതുമാത്രമല്ല ക്രെഡിറ്റിന്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ എക്കണോമിക് പവർ പ്രിവെന്റ് ചെയ്യാനും ഇത് എയിം ചെയ്തിരുന്നു. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Government nationalized 14 major banks in 1969 and another 6 in 1980 for several important reasons. The main objectives were to expand banking facilities to rural and previously unbanked areas of the country. Another key goal was to provide credit to priority sectors like agriculture at lower interest rates.
Nationalization also aimed to ensure a more equitable distribution of credit and prevent economic power from being concentrated in the hands of a few private individuals. Question: how does the RBI use the repo rate to control inflation? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI എങ്ങനെയാണ് റിപ്പോ റേറ്റ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ ഹൈ ആവുന്ന സമയത്ത് RBI വന്നിട്ട് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കമേഴ്ഷ്യൽ ബാങ്ക്സിന് RBIയിൽ നിന്നും മണി ബോറോ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറ്റും. അതിൻ്റെ റിസൾട്ടായിട്ട് കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നിട്ട് പബ്ലിക്കിന് അല്ലെങ്കിൽ ബിസിനസ്സസിനൊക്കെ കൊടുക്കുന്ന ലോണിൻ്റെ ലെൻഡിങ് റേറ്റും കൂട്ടും. അപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് ബോറോയിങ്ങും അതുപോലെ തന്നെ സ്പെൻഡിങ് ഒക്കെ ഡിസ്കറേജ് ചെയ്യുകയും അവിടെ എക്കണോമിയിലുള്ള മണി സർക്കുലേഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വെൻ ഇൻഫ്ലേഷൻ ഈസ് ഹൈ ദ RBI increases the repo rate. This makes it more expensive for commercial banks to borrow money from RBI. As a result, commercial banks increase their own lending rates for loans given to public and businesses. Higher interest rate discourage borrowing and spending, which reduces the money circulating in the economy and helps to control inflation. Subscribe to this channel for more videos like this. Question: explain the functions of a self-help group SHG as a source of credit. ക്രെഡിറ്റ് സോഴ്സ് ആയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ SHG എന്ന് പറയുന്നത് റെഗുലറായിട്ട് മണി സേവ് ചെയ്യാൻ വേണ്ടി ഒത്തുചേരുന്ന സ്മോളും ഇൻഫോർമലും ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ ഈ പീപ്പിളിൽ നിന്നും കളക്ട് ചെയ്ത സേവിങ്സ് ഒരു കോമൺ ഫണ്ടായിട്ട് മാറ്റുകയും ഇതിൽ നിന്നും ആ ഒരു ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിന് അവരുടെ ആവശ്യത്തിന് ഒരു ചെറിയ ലോണായിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ HGS വന്നിട്ട് ഈ ബാങ്ക് ഒക്കെ ലിമിറ്റഡ് ആക്സസ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല വിമൻ പോലെയുള്ള മെമ്പേഴ്സിനെയൊക്കെ എംപവർ ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Self-help groups or SHGs are small informal group of people who come together to save money regularly. The collected savings from a common fund from which members can take small loans for their needs. SHGs are an important formal source of credit, especially in rural areas where access to banks is limited. They operate on principles of mutual trust and help empower their members, particularly women. Question: describe the role of RBI as the custodian of foreign exchange reserves. Custodian of foreign exchange reserves ആയിട്ട് RBIയുടെ റോളിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ RBI വന്നിട്ട് കസ്റ്റഡിയൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ റിസർവ്സിൽ വന്നിട്ട് US ഡോളർ പോലെയുള്ള ഫോറിൻ കറൻസീസും അതുപോലെ തന്നെ ഗോൾഡ് റിസർവ്സും സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഒക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ RBI വന്നിട്ട് ഇന്ത്യൻ റുപ്പിയുടെ എക്സ്റ്റേണൽ വാല്യൂയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർവ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നു. അതുമാത്രമല്ല ഇന്റർനാഷണൽ ട്രേഡിന് ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ലാർജ് ഫ്ലക്ച്വേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ RBI ആക്ട്സ് ആസ് ദി കസ്റ്റഡിയൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. These reserves consist of foreign currencies like the US dollar, gold reserves and special drawing rights, that is SDRs. The RBI manages these reserves to maintain stability in the external value of the Indian rupee. It intervenes in the foreign exchange market to prevent large fluctuations in the exchange rate, which is crucial for international trade. Question: how do commercial banks act as intermediaries in the economy? എക്കോണമിയിൽ എങ്ങനെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നിട്ട്
സർപ്ലസ് മണിയുള്ള ജനങ്ങളും അതുപോലെ തന്നെ മണിക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നിട്ട് വേരിയസ് ഡെപ്പോസിറ്റ് വഴി പബ്ലിക്കിൽ നിന്നും സേവിങ്സ് കളക്ട് ചെയ്യുന്നു. പിന്നീട് ഈ ബാങ്ക്സ് വന്നിട്ട് ഈ കിട്ടിയ ലാർജ് പോർഷൻ ഓഫ് മണീനെ വന്നിട്ട് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ബിസിനസ്മാൻസിനും അതുപോലെ തന്നെ എന്റർപ്രണേഴ്സിനൊക്കെ ഈ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സേവിങ്സിനെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നിട്ട് കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Commercial banks act as financial intermediaries by connecting those who have surplus money with those who need money. They collect savings from the public in the form of various deposits. Banks then use a large portion of this collected money to provide loans to individuals, businesses, and entrepreneurs. By channeling savings into productive investments, banks play a vital role in the economic development of the country. Question: what are the main characteristics that money should possess? Money possess ചെയ്യേണ്ട മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ മണി പൊസസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ജനറൽ ആക്സെപ്റ്റബിലിറ്റി ആണ്. അതായത് എല്ലാവരും മണി വന്നിട്ട് പേയ്മെൻ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കണം. മറ്റ് ക്രൂഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി ആണ്. പിന്നെ അത് പോർട്ടബിൾ ആയിരിക്കണം. പിന്നെ സ്മോളർ യൂണിറ്റ്സിലോട്ട് അത് ഡിവിസിബിൾ ആയിരിക്കണം. പിന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വാല്യൂ മണിക്ക് അത്യാവശ്യമാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. For something to function effectively as money, it must have certain key characteristics. The most important characteristic is general acceptability, meaning everyone must be willing to accept it as payment. Another crucial characteristic is durability, which means it should be able to withstand wear and tear. Other important qualities include being portable, divisible into smaller units, and having a stable value. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.